സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരുന്ന ആശാപ്രവർത്തകർ സമരം കടുപ്പിക്കുന്നു. സമരം കടുപ്പിച്ചതുകൊണ്ട് തരിശുഭൂമിയിൽ നിന്ന് വിളവെടുക്കാൻ കഴിയുമോ? ഇനി സംസ്ഥാന സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും കേന്ദ്രം കനിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നും പല കുറി അവർ പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും പോരാ, പിടിച്ചെടുത്തേ മതിയാകൂ എന്നുള്ള ഈ ധാർഷ്ട്യത്തിന് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത് കൊണ്ട് ആരോഗ്യം ഇല്ലാതാകുമെന്നല്ലാതെ മറ്റെന്താണ് ഫലമുള്ളത്? ഇതേസമയം കേന്ദ്രമന്ത്രി നദ്ദ അടുത്ത ആഴ്ചയാണ് വീണ ജോർജിനെ കാണാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരാഴ്ച കൂടി ഈ നിരാഹാര സമരം ആശമാർ അനുഷ്ഠിക്കേണ്ടി വരും. അന്നും കേന്ദ്രം ഒന്നും തരാൻ തയ്യാറല്ല എങ്കിൽ നിരാഹാരം പിന്നെയും തുടരേണ്ടി വരും. സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും, കൃത്യമായ പിൻബലമില്ലാത്ത ഒരാൾക്കും സ്വന്തം വീടും നാടും തൊഴിലും സാമ്പത്തികവും ഒന്നും പരിഗണിക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ ദീർഘകാലം കിടക്കാൻ കഴിയില്ല എന്ന്. കുറഞ്ഞ പക്ഷം ഈ സമരം തുടങ്ങിയതിന് തൊട്ടു മുന്നോ അതിനുശേഷമോ ഉള്ള പലരുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ തന്നെ ഈ സമരത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ന്യായമായ വേതനം ഏത് തൊഴിലാളിയുടെയും അവകാശം തന്നെയാണ്. അതിനു പുറമെ സ്ത്രീ എന്നൊരു പരിഗണനയും ആവശ്യമാണ്. പക്ഷെ പറയുന്ന യാതൊരു നിബന്ധനകളും സാഹചര്യങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാതെ സമരം കടുപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഉദ്ദേശശുദ്ധിയാണ് പലപ്പോഴും സംശയിക്കപ്പെടുന്നത്. 24 മുതൽ കൂട്ട നിരാഹാരം ആരംഭിക്കുമെന്നാണ് ആശമാർ അറിയിച്ചിരിക്കുന്നത്. 4ാം ദിവസവും ആശമാർ തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ ആരോഗ്യനില വഷളായ ഷീജയെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആശാ സമരത്തിൽ കേന്ദ്ര നയം മാറ്റാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രി വീണ ജോർജ് പിന്നെയും പ്രതികരിച്ചു. കേന്ദ്രമന്ത്രിയെ കാണാൻ ഇനിയും അനുമതി തേടുമെന്നും വീണ ജോർജ് പറഞ്ഞു. അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ കള്ളക്കളി കളിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കേന്ദ്രവും സംസ്ഥാനവും ഓണറേറിയം കൂട്ടണമെന്നും കേരളം ആദ്യം ഓണറേറിയം കൂട്ടി മാതൃകയാകണമെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. മാതൃക കാണിക്കാൻ രമേശ് ചെന്നിത്തല സ്വന്തം കിടപ്പാടം വല്ലതും വിറ്റു കുറച്ചു പൈസ ഖജനാവിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുകൂടി പറയണം. INTUC സമരത്തിൽ നിന്നും മാറി നിന്നിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം ആശമാർക്ക് ആശ്വാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ വെച്ചുച്ചിറ പഞ്ചായത്ത്. ആശമാർക്ക് മാസം 2000 രൂപ അധികം നൽകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇതിനായി 5 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 15 പേർക്ക് വേതനത്തിനായി 3.6 ലക്ഷവും യൂണിഫോമിന് 1.4 ലക്ഷവും വകയിരുത്തി. അനുമതി ലഭിച്ചാൽ നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം മന്ത്രി ചെറിയാൻ ആശമാരുടെ സമരത്തിന് പിന്നിലെ നിഗൂഢത വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷത്തെയും BJP-കാരെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആശമാർ കേന്ദ്രത്തിന് മുന്നിൽ പോയി സമരം ചെയ്യുകയോ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാനോ തയ്യാറാകുന്നില്ല. അതാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് പറയാൻ കാരണമെന്നും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സഹോദരിമാർ സമരത്തിൽ നിന്ന് പിന്മാറണം. സർക്കാരിന് സാമ്പത്തിക ശേഷി വന്നു കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കുക ആശാപ്രവർത്തകരെ ആയിരിക്കുമെന്നും മന്ത്രി ഉറപ്പും നൽകി. ആശമാരെ കുത്തിയിളക്കി വിട്ട് സമരം ചെയ്യിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. കേരളയിൽ സമരത്തിന് പിന്നിൽ അങ്ങനെ ഒരു ടീമായിരുന്നു. അന്നത് പറഞ്ഞതിന് എന്റെ നേരെ തിരിഞ്ഞു. മാധ്യമങ്ങൾ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ചത് കൊണ്ട് ആശമാർക്ക് കാശ് കൊടുക്കാൻ ഉണ്ടാകുമോ? ആശമാരെ നയിക്കുന്ന സംഘടനയ്ക്കൊപ്പം ആരുമില്ല. അവർ നടത്തുന്ന സമരത്തെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷത്തെ അടിക്കാനുള്ള വടിയായെടുത്ത് ഉപയോഗപ്പെടുത്തുന്നു. പാവപ്പെട്ട സ്ത്രീകൾ അത് വിശ്വസിക്കുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് സംസാരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങനെ പുലി പോലെ നിൽക്കുന്നതെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു.